എന്തിനാന്നറിയില്ല ഈ യാത്ര പോണതിന്റെ 2-3 ദിവസം മുമ്പേ ഞാൻ തുടങ്ങിയിരിക്കുന്ന കരച്ചിലും ഇമോഷണൽ ആവലും നെർവസ് ആവലും എന്തൊക്കെ ഒരു മിക്സ്ഡ് ഫീലിംഗ് കിട്ടും. മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഏതൊരു ആവറേജ് കുട്ടിയുടെയും മനസ്സിൽ ആദ്യമായിട്ട് പോണെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഈ 27-ാം വയസ്സിൽ പോകുന്നത്. വേറെ എവിടേക്കല്ല, ഉംറ നിർവഹിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്കാണ് ഞാൻ പോണത്. യൂട്യൂബിലും മറ്റും നോക്കി നന്നായി പഠിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പോണത്. 2025 ജനുവരി 5-ാം തീയതിയാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങണ അന്ന് രാവിലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് UK ഹെവി മഞ്ഞ്. പെട്ടിയും ബാഗൊക്കെ വലിച്ച് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ലിവർപൂൾ സിറ്റി സെന്റർ എത്തിയത്. ഇവിടുന്നാണ് എനിക്ക് നാഷണൽ എക്സ്പ്രസ് ഉള്ളത്. 2 ബസ്സും 7 hours ജേർണിയാണ് കേട്ടോ ലണ്ടൻ ഹീത്രൂക്ക് ലിവർപൂളിൽ നിന്ന്. UK വന്ന് ആദ്യമായിട്ട് ഇറങ്ങിയത് ലണ്ടൻ ഹീത്രൂ എന്നാണെങ്കിലും ഇവിടുന്ന് ആദ്യമായിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോണത് കേട്ടോ. എന്റെ മോനെ ഒടുക്കത്തെ തിരക്ക്. ക്യൂവിൽ നിന്ന് ലാസ്റ്റ് ഞാൻ നിലത്ത് ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഒരു ലേഡി തല ചുറ്റി വീഴൊക്കെ ചെയ്തു. അങ്ങനെ 2-3 മണിക്കൂറത്തെ നാടകീയമായ ഡിലേക്ക് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു. സൗദി എയർലൈൻസിന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വെരി ബാഡ് എക്സ്പീരിയൻസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അനുഭവപ്പെട്ടത്. 6 മണിക്കൂറത്തെ ജേർണിക്ക് ശേഷം ഞാനിതാ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങാൻ പോകും. അൽഹംദുലില്ലാഹ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ 2025 അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായത്. നമ്മുടെ ആഗ്രഹം അത്രയും റിയൽ ആണെങ്കിൽ അതിന് യൂണിവേഴ്സ് തന്നെ ഒരു വഴി കാണിക്കുന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് കേട്ടോ എന്റെ ഈ ഉംറ ജേണി. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയമാണ് ജിദ്ദ എയർപോർട്ടിൽ നിങ്ങൾ ഈ കാണുന്നത്. UK സൗദി അറേബ്യക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിസ റിക്വയർമെന്റ്സും അതർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറയുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.